ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അഭിനയത്തിന്റെ ABCD എന്താണെന്ന് അറിയാവോ? ഇദ്ദേഹമൊക്കെ അഭിനയം എവിടെയെങ്കിലും പോയി പഠിച്ചിട്ടുണ്ടോ? അതോ ചുമ്മാ ഡയറക്ടർ എന്തെങ്കിലും പറയുന്നു അത് നേരെ പോലെ കാണിച്ചു കൊടുക്കുന്നു? ഇതാണോ അഭിനയം എന്ന് പറയുന്നത്? നമുക്കറിയാം, പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു അതുല്യ ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചപ്പോൾ എങ്ങനെയാണ് മോഹൻലാലിനെ കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ അഭിനയിപ്പിച്ചെടുത്തത് എന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. കാരണം നോർമലി മോഹൻലാൽ അങ്ങനെ നല്ല രീതിയിൽ അഭിനയിക്കാറ് ഇല്ല. അതുകൊണ്ട് പൃഥ്വിരാജ് ചോദിച്ചപ്പം പൃഥ്വിരാജ് പറഞ്ഞത് ഓരോ സീൻസും ലാലേട്ടന് ഒരു 10-15 പ്രാവശ്യം പുള്ളി ചെന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ലാലേട്ടൻ അത് പുള്ളി വിചാരിക്കുന്ന പോലെ ചെയ്യുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു ഡയറക്ടർ, മോഹൻലാലിൽ അഭിനയിച്ച സിനിമയുടെ ഒരു ഡയറക്ടർ പറഞ്ഞ ഡയലോഗാണിത്. പുള്ളിക്ക് എപ്പോഴും നമ്മൾ ഫുൾ ടൈം പുള്ളിയുടെ പുറകെ നടന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം, ഇങ്ങനെ അഭിനയിക്കണം ചേട്ടാ, ഇങ്ങനെ അഭിനയിക്കണം ചേട്ടാ എന്ന് ഒരു 10 തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ അഭിനയിച്ചാൽ ഭാഗ്യമെന്നാണ് പൃഥ്വിരാജ് സുകുമാരനൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തെയൊക്കെ ആരാണ് ഒരു നടനായിട്ട് മലയാളികൾ ആരാണ് ഇദ്ദേഹത്തെയൊക്കെ ഒരു നടനായിട്ട് അംഗീകരിക്കുന്നത്? അതുപോലെ തന്നെ നമുക്കറിയാം, പുള്ളി മേജർ രവിയുടെ 2-3 പടങ്ങളിൽ അഭിനയിച്ചതിന് ശേഷം മേജർ പദവി വേണമെന്ന് വലിയ രീതിയിലുള്ള ആഗ്രഹം വന്നു. പുള്ളി അങ്ങനെ 1980 മുതൽ പുള്ളി സിനിമയിൽ അഭിനയിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ മുടക്കിയിട്ടാണ് പുള്ളി മേജർ പദവി മേടിച്ചെടുക്കുന്നത്. മേജർ പദവി കാശ് കൊടുത്താൽ കിട്ടുന്ന ഒരു പദവിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മേജർ പദവി വേണം, എനിക്ക് പത്മഭൂഷണും പത്മശ്രീയും ഭരത്തും മറ്റേ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ മമ്മൂട്ടിക്കും ജയറാമിനും ദിലീപിനും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മോഹൻലാൽ ഇവർക്കൊന്നും ഇല്ലാത്ത എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു പദവി തനിക്ക് വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് മേജർ പദവി മേടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, വയനാട് ദുരിതമുണ്ടായപ്പോൾ ഇദ്ദേഹം മേജറിന്റെ പദവി വേഷങ്ങളൊക്കെ ഇട്ടുകൊണ്ട് മേജർ മോഹൻലാലായിട്ട് അങ്ങോട്ട് വന്ന് ഒരു 200 കോടിയുടെ ധനസഹായം, അല്ല 300 കോടിയുടെ ധനസഹായം പറഞ്ഞിട്ട് പോയി. ഈ പറയുന്ന 300 കോടി പോരല്ലോ പുള്ളിയുടെ വീട്ടിലെ പട്ടിക്ക് തീറ്റ കൊടുക്കുവാനെന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സോ ഈ 300 കോടി പോലുള്ള ഈ ചീള് കാശൊക്കെ കൊടുത്ത് ആൾക്കാരുടെ കണ്ണിൽ പൊണ്ടിയിടാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും കേട്ട് കഴിയുന്ന ഏതൊരു മലയാളിയും, മോഹൻലാലിനെ ഒരല്പമെങ്കിലും സ്നേഹിക്കുന്ന ഏതൊരു മലയാളിയും, ഇനി മോഹൻലാലിനെ സ്നേഹിക്കാത്ത മലയാളികൾ വരെ ഈ ഇത്രയും ഡയലോഗടി ഞാൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സിൽ തെറി കണ്ടുള്ള ഒരു ആറാട്ടായിരിക്കും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും അമ്മായപ്പനും അച്ഛൻ്റെ അച്ഛനും തൊട്ട് കുടുംബത്തിലെ സകലമാന ആൾക്കാരെയും പറ്റിയും എന്നെ പറ്റിയുമൊക്കെ ഒരുപാട് തെറികൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വാരി വിതറും. ഇങ്ങനെ വാരി വിതറിപ്പിക്കുന്നതിനെ പറയുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റേഞ്ച് ബൈറ്റിംഗ്, അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്നതാണ് ഞാൻ ഈ ആദ്യത്തെ 2 മിനിറ്റ് ചെയ്ത കാര്യം. റേഞ്ച് ബൈറ്റിലൂടെ കേരളത്തിൽ ഒരുപാട് കാശുണ്ടാക്കുന്നതും പ്രശസ്തി നേടുന്നതുമായിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ദിവസം നമ്മുടെ ചാനലിൽ കേരളത്തിൽ ഏറ്റവും അധികം തെറി മേടിച്ചു കൂട്ടുന്ന ആരാണ് എന്നുള്ള ഒരു സർവേ നടത്തുകയുണ്ടായി. അപ്പോൾ ആ സർവേയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിട്ടുള്ളത് അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരും നിങ്ങൾ നല്ല വ്യക്തിത്വങ്ങൾക്ക് ഉടമയുമാണ് എന്ന് ഞാൻ പറയും. കാരണം സമൂഹത്തിൽ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പ്രശസ്തരാകുന്ന ആൾക്കാരെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് തന്നെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിജയമാണെന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം ഈ വ്യക്തിനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ യു ആർ വെരി ബ്ലെസ്ഡ് പേഴ്സൺ. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഈ വീഡിയോ കാണുന്ന കുറേ പേർക്ക് ഈ വ്യക്തിയെ അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തിയൊക്കെ കൃത്യമായ റേഞ്ച് ബൈറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെയാണ് പോപ്പുലർ ആകുന്നതും അതുപോലെ തന്നെ ക്യാഷ് ഉണ്ടാക്കുന്നതും. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ രാഹുൽ ഈശ്വർ എന്നൊക്കെ പറയുന്ന വ്യക്തി. ഈ രാഹുൽ ഈശ്വറിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, സമൂഹത്തിൽ ഏറ്റവും അതായത് മജോറിറ്റി എന്ത് പറയുന്നു അതിന് നേരെ എതിരായിരിക്കും ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. നമുക്കറിയാം, ദിലീപിൻ്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദിലീപ് നടീനെ പീഡിപ്പിച്ചു, ദിലീപ് നടീനെ പീഡിപ്പിക്കാൻ ഗൂഢാലോചന നടത്തി, കൊട്ടേഷൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ വരുമ്പോൾ പൊതുസമൂഹം മുഴുവൻ ദിലീപിനെതിരാകുന്നു. ആ സമയത്താണ് റേഞ്ച് ബൈറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ രംഗപ്രവേശനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെ വന്നിട്ട്, രാഹുൽ ഈശ്വരൻ തന്നെ അറിയാൻ പറയുന്നത് ചിലപ്പം തെറ്റായിരിക്കും, പക്ഷേ എന്നാലും റേഞ്ച് ബൈറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ പോപ്പുലറൈസ് ആകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹമൊക്കെ എന്ത് ചെയ്യും? ദിലീപിനെ സപ്പോർട്ട് ചെയ്യും. നമുക്കറിയാം, ഈ അലൻ ജോസ് പെരേരയുടെ ഒക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്നൊക്കെ പറയുന്നത് വിരളിൽ പോയിട്ട് നമുക്ക് ഒന്നിലും എണ്ണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അത്രയും ആൾക്കാർ തെറി വിളിക്കുന്നുണ്ട്. കാരണം എന്താ? ഈ തെറി വിളിക്കുന്നവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷനാണ് തെറി വിളിക്കുന്നവർക്ക് കിട്ടുന്നത്. കാരണം ഈ പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെക്കാളും താൻ ഒരുപാട് മികച്ചയാളാണ്, നമ്മൾ ഇവനേക്കാളും ഒക്കെ ഒരുപാട് ഉയരത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ കണ്ട് അദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തെറി വിളിക്കുമ്പം ഈ തെറി വിളിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ.
അതായത് ഇവരൊക്കെ ഇട്ട് കൊടുക്കുന്ന തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന കണ്ടന്റിൽ ഈ പറയുന്ന മലയാളികളെല്ലാം വീണു പോവുകയാണ്. അവർ ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഇവരെ തെറി വിളിക്കുന്നു, ഇവർക്ക് റീച്ച് കൂട്ടുന്നു. അതുപോലെ തന്നെ രേണു സുധി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, മറ്റേ സുധിച്ചേട്ടന്റെ ഭാര്യ, ഇദ്ദേഹമൊക്കെ ക്ലിയർ ആയിട്ട് ഇവളൊക്കെ റേഞ്ച് ബൈറ്റ് സ്ട്രാറ്റജി അല്ലേ ചെയ്യുന്നത്. കാരണം ഇവർക്ക് നെഗറ്റീവ് അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അഭിനയിച്ച് ഇവർക്ക് നല്ല സിനിമയിൽ വരാനൊക്കെ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് നെഗറ്റീവായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ അത് കാണാനുള്ള ഇൻട്രസ്റ്റ് കൂടും. കാരണം നമ്മളെക്കാളും മോശമായിട്ടാണല്ലോ ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളൊക്കെ ഇവരെക്കാളും എന്തോ വലിയ ആൾക്കാരാണെന്നുള്ള തോന്നൽ നമുക്കുണ്ടാവും. ഈ പറയുന്ന അലൻ ജോസ് പെരേരയുടെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഇപ്പം കല്യാണങ്ങൾക്ക്, സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ പരിപാടികൾക്കൊക്കെ കാളപ്പുറത്തും കഴുതപ്പുറത്തും ബെൻസിന്റെ മുകളിലും ജീപ്പിന്റെ മുകളിലും ബാക്കി ക്രെയിനിലെല്ലാം പൊക്കി ഉയർത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആൾക്കാരെ ചുറ്റും കൈയടിച്ച് ഭയങ്കര പ്രോത്സാഹനമൊക്കെ കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതായത് ഇദ്ദേഹത്തെയൊക്കെ കോമാളിയാക്കിക്കൊണ്ട് ബാക്കി ആൾക്കാർ ഇങ്ങനെ സന്തോഷം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതിന്റെ പ്രോബ്ലം ഇരിക്കുന്നത് ഇദ്ദേഹത്തെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തെയൊക്കെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളല്ലേ യഥാർത്ഥത്തിൽ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കിത് ശരിക്കും കാണാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇവർക്കിത് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തോ, റിപ്പോർട്ട് അടിച്ചോ, ബ്ലോക്ക് ചെയ്തോ ഒക്കെ ഈ കണ്ടന്റ്സിനെ സോർട്ട് ഔട്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞൂടെ. അതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇവരാരും അത് യൂസ് ചെയ്യുന്നില്ല. ഇവർക്ക് എന്താണ് ഈ പറയുന്ന കോമാളിത്തരെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കണം, എന്നിട്ട് ഇവരെ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കണം, അതിലിങ്ങനെ സന്തോഷം കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലാണ്. ഇവരുടെ ഭാഗം ചെയ്യുന്നു, ഇവർക്ക് വേണ്ട നെഗറ്റീവ് പബ്ലിസിറ്റി ഇവർക്ക് കിട്ടുകയും അതിൽ നിന്ന് അവർ ഒരുപാട് കാശുണ്ടാക്കുകയും ചെയ്യും. ഇപ്പം തൊപ്പി എന്തേലും തെറി വിളികളും കാര്യങ്ങളുമായിട്ട് ഒരു ലൈവ് നടത്തുന്നു, ഇവർ ഒരുപാട് കാശുണ്ടാക്കുന്നു, ഇവനെ തെറി വിളിച്ചുകൊണ്ട് കുറേ ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ രണ്ട് കൂട്ടരും സത്യം പറഞ്ഞാൽ ഈ ഒരു കേസിൽ സാറ്റിസ്ഫൈഡ് ആണ്, തെറി വിളിക്കുന്നവരും തെറി വിളിപ്പിക്കുന്നവരും എല്ലാവരും. സോ ഞാൻ പറയുന്നത് ഇവരെയൊക്കെ തെറി വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ടാമതൊന്ന് ആലോചിക്കുക, യഥാർത്ഥത്തിൽ ഇവരുടെ ഓരോ പ്ലാനിങ്ങിൽ നമ്മൾ ഇരകളാക്കപ്പെടുകയാണോ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ മോഹൻലാലിനെ പറ്റി പറഞ്ഞ ഡയലോഗുകൾക്ക് ഒരുപാട് തെറിവിളി കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ വീഡിയോ മുഴുവൻ കാണാത്തവർ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സോ ലെറ്റ് ദം ഡു. ഞാനൊരു എക്സാമ്പിൾ കൂടെ പറയാം. തുടരും എന്ന് പറയുന്ന ഒരു വീഡിയോ, തുടരും എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഞാൻ നെഗറ്റീവായിട്ട് റിവ്യൂ ഇട്ടു. വളരെ നെഗറ്റീവായിട്ട് ഞാൻ പർപ്പസ്ഫുള്ളി ഒരു നെഗറ്റീവ് റിവ്യൂ ഞാൻ ഇടുകയാണ്. ആ ഇട്ടതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയത് 1200 വാച്ച് അവേഴ്സ് ആണ് ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് കിട്ടിയത്. ഈ പറയുന്ന 1200 വാച്ച് അവേഴ്സ് കഴിഞ്ഞിട്ട് 3000 വാച്ച് അവർ ആയി കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ആവും. അപ്പം ശരിക്കും ആരാണ് മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നത്? തെറി നിങ്ങൾ വിളിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നു, എനിക്ക് 3000 വാച്ച് അവർ ആയിട്ട് എനിക്ക് മോണിറ്റൈസ് കിട്ടുന്നു. ഇപ്പം എൻ്റെ കേസ് മാറ്റി വെക്കും, ഇങ്ങനെ നെഗറ്റീവ്ലി മോണിറ്റൈസ് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും ആൾക്കാരുണ്ട്. സോ ഇവരാണോ മണ്ടന്മാർ അതോ നിങ്ങളാണോ മണ്ടന്മാർ? ഇപ്പം ആ പ്രശ്നം ഗ്രീൻ ഹൗസ് ലൈറ്റ് ക്ലീനിങ്ങിൻ്റെ ആൾക്കാരൊക്കെ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവായിട്ട് അവർക്ക് കുറേ റീച്ച് കിട്ടണം, അതുവഴി അവരുടെ യൂട്യൂബ് ചാനലിൽ വ്യൂവേഴ്സ് കൂടുന്നു, അവർക്ക് ഒരുപാട് റീച്ച് കിട്ടുന്നു, അവർക്ക് ഒരുപാട് കാശ് കിട്ടുന്നു. സോ ഇറ്റ്സ് ടൈം ടു റീതിങ്ക്. മലയാളികൾ ഇതേപോലെയുള്ള വ്യക്തികൾ പബ്ലിക്കലി പോപ്പുലർ ആകാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നിങ്ങളത് മുളയിലെ തന്നെ റിപ്പോർട്ടോ നോട്ട് ഇൻട്രസ്റ്റഡോ അടിച്ചു വിടുക. അല്ലാതെ അവരെ തെറി വിളിച്ച് അവരെ നന്നാക്കി നിങ്ങൾക്ക് ഒരു മാനസിക സന്തോഷം ഇവരെ തെറി വിളിക്കുമ്പം കിട്ടരുത്. അങ്ങനെ കിട്ടുന്നതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതുപോലുള്ള വ്യക്തികളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക, നല്ല വ്യക്തികളായിട്ട് ജീവിക്കുക. സോ ഇവരെ നന്നാക്കാൻ പോകാതെ നിങ്ങൾ സ്വയം നന്നാകുക. ഇവരെയൊക്കെ തെറി വിളിച്ച് അവരുടെ വീഡിയോസ് മുഴുവൻ ഇരുന്ന് കണ്ട് തെറി വിളിക്കാനുള്ള കണ്ടന്റ് ഉണ്ടാക്കി അത് ട്രോളാക്കി മാറ്റി കുറേ സമയം നിങ്ങളുടെ വേസ്റ്റ് ആക്കാതെ നിങ്ങളിതിന് കാണുക. പിന്നെ വൺ മോർ തിങ്, ഇഫ് നിങ്ങൾക്ക് ഇവരെയൊക്കെ വീഡിയോ കണ്ടുകൊണ്ട് തെറി വിളിക്കുന്നതിലൂടെ ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ അവരെയും ശരിക്കും പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്.